ആയതുകൊണ്ട് എന്നിലെ ഓർമ്മണ്ട ഈ മനുഷ്യനെ വ്യക്തിഗത ചോദ്യം ചെയ്യല്ല അവിടുത്തെ ചിത്രം. ഓമനക്കുട്ടൻ ഞാൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 8 വർഷം മുമ്പ് വന്ന് കാണുന്ന ഓമനക്കുട്ടന്റെ വീട് തന്നെയാണ്. ഒരു ഇഷ്ടിയെ പോലും പെറുക്കി മുന്നോട്ട് വെച്ചിട്ടില്ല. ഓമനക്കുട്ടനെ പരിചയമില്ലാത്ത ആളുകളോടാണ്. 8 വർഷം മുമ്പ് ഒരു പ്രളയം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അതിന് ഭാഗമായിട്ട് പ്രളയത്തിൽ അകപ്പെട്ട് ക്യാമ്പിൽ കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണവും മറ്റു അരിസാധനങ്ങളും ഒരു ഓട്ടോറിക്ഷയിൽ എത്തിച്ചു. ആ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പാവം സഖാവിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല. അപ്പോൾ ആ ക്യാമ്പിലുള്ള ആളുകളിൽ നിന്ന് 1 രൂപയും 2 രൂപയും 5 രൂപയും വെച്ചിട്ട് ഓട്ടോറിക്ഷ കൂലി പിരിച്ചു ഇയാള്. അതിന് ഒരു പാർട്ടി തന്നെ പിരിവ് നടത്തുന്നു എന്ന രീതിയിൽ അതിഭീകരമായി ഒറ്റ ദിവസം കൊണ്ട് ആക്ഷേപിക്കപ്പെട്ടൊരു മനുഷ്യനാണ് ഓമനക്കുട്ടൻ. പിന്നീട് സത്യമൊക്കെ മനസ്സിലാക്കി. പക്ഷെ അന്ന് ആക്ഷേപിച്ച ഒരുവൻ പോലും ഓമനക്കുട്ടനോട് മാപ്പ് പറഞ്ഞില്ല എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയാണ് സഖാക്കൾ, ഇത്രയും സത്യസന്ധരാണ് സഖാക്കൾ. ഒരുപക്ഷെ ഓമനക്കുട്ടന് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഇങ്ങനെ പിരിവുണ്ടാക്കുന്നൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ ആപ്പ കണ്ട വീടില്ലേ അതൊരു മണിമാളികയാക്കാമായിരുന്നു. ചുമ്മാ അങ്ങനെ കറങ്ങി വെക്കുക. കോൺഗ്രസ്സുകാരുടെ വീടുകളാണോ, കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളാണോ, BJPക്കാരുടെ വീടുകളാണോ നല്ല രമ്യഹർമ്മങ്ങളായിട്ട് മാറിയിട്ടുള്ളതെന്ന്. ബൈ.